ദിവസം കാട്ടിൽ. ശരു, എന്റെ ദേശക്കാരൻ അമ്മാവനൊരു തലവേദന. ഈ മരുന്നൊന്ന് കൊണ്ടു കൊടുക്കാമോ? താൻ വരുന്നില്ലേ? എനിക്ക് ഭയങ്കര വയറുവേദന. അല്ലേ, കാലുവേദന, നടക്കാൻ വയ്യ. കാലുവേദനക്ക് മരുന്നില്ലേ? ഇത് മരുന്ന് വേണ്ടാത്ത കാലുവേദനയാ. പിന്നെ അമ്മാവനോട് മരുന്ന് കഴിക്കേണ്ട വിധവും പറയണം. വെള്ളം ചേർക്കാതെ രാത്രി മാത്രം ആഹാരത്തിന് മുമ്പ്. ശേരുവിനെ വിട്ടത് നന്നായി. ദേഷ്യപ്പെടാൻ കാരണം കാത്തിരിക്കുന്ന അമ്മാവനാ. അല്ലെങ്കിൽ വേണ്ട, പാവം ശേരു എന്തിനാ വഴക്ക് കേൾക്കുന്നത്? ശേരു, താൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. കഴിക്കേണ്ട വിവരം തെറ്റാതെ പറയണം എന്നു മാത്രം. സൂത്ര, തനിക്ക് നടക്കാൻ വയ്യെങ്കിലും ഓടാൻ പറ്റുന്നുണ്ടല്ലോ. ഭാഗ്യം. താൻ ഈ മരുന്ന് സൂത്രന്റെ ദേശീയക്കാരൻ അമ്മാവനില്ലേ, അയാൾക്കൊന്ന് കൊടുക്കാമോ? വെള്ളം ചേർത്ത് രാത്രി മാത്രം ആഹാരത്തിന് മുമ്പ് അത് കഴിക്കാൻ പറയണം കേട്ടോ. അയാൾ അത്ര ദേശക്കാരനാണെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടാം. സൂത്രന്റെ ദേശക്കാരൻ അമ്മാവന് കൊടുക്കാനുള്ള മരുന്നാ. ആഹാരം വെള്ളം ചേർത്ത് രാത്രി മാത്രം കഴിക്കാൻ പറയണം. സൂത്രന്റെ ദേശക്കാരൻ അമ്മാവനുള്ള മരുന്നാട്ടോ. രാത്രി ആഹാരത്തിൽ മാത്രം വെള്ളം ഒഴിക്കാൻ പറയണം. സൂത്രന്റെ അമ്മാവന്റെ ദേഷ്യത്തിനുള്ള മരുന്ന. രാത്രി കഴിക്കുന്ന ആഹാരത്തിൽ വെള്ളം ഒഴിച്ചതിന്റെ ദേഷ്യ. സൂത്രന്റെ അമ്മാവനുള്ളതാ. രാത്രി ആഹാരത്തിൽ വെള്ളം കളഞ്ഞ ദേഷ്യത്തിന് എന്തൊക്കെ കഴിക്കാനാ? എടോ, സൂത്രന്റെ ആഹാരം അമ്മാവൻ രാത്രി വെള്ളത്തിലിട്ടു. ആ ദേഷ്യത്തിനുള്ള മരുന്നാട്ടോ. ഹലോ, സൂത്രന്റെ അമ്മാവനാണോ? അതെ, എന്താപ്പ തനിക്ക് വേണ്ടേ? സൂത്രന്റെ ആഹാരം അമ്മാവൻ രാത്രി വെള്ളത്തിലിട്ടില്ലേ? സൂത്രന് നല്ല ദേഷ്യം വന്നു. ആ ദേഷ്യത്തിനുള്ള മരുന്നാ. അമ്മാവൻ തന്നെ ഇത് സൂത്രന് കൊണ്ടുകൊടുക്ക്. ഇങ്ങതാ, ഞാൻ തന്നെ കൊടുത്തോളാം. എപ്പോഴാ ഞാൻ നിന്റെ ആഹാരം വെള്ളത്തിലിട്ടത്? പറയടാ, അത് പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിടുള്ളൂ. അതെപ്പോഴാ സൂത്ര?